നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടാവാം ഫോളോ യുവർ പാഷൻ അല്ലെങ്കിൽ ചേസ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ പാഷനെ പിന്തുടരുക, നിങ്ങളുടെ സ്വപ്നങ്ങളെ വേട്ടയാടി കണ്ടുപിടിക്കുക എന്നൊക്കെ. ഇതൊക്കെ സത്യമാണോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കാരണം ഈ പാഷൻ എന്ന് പറയണതോ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഡ്രൈവ് ചെയ്യണ ഫാക്ടറോ ഒരു ഇടി വെട്ടണ പോലെ അല്ലെങ്കിൽ ഇടിവാള് മിന്നണ പോലെയൊന്നും നമ്മളുടെ ഇടയിൽ വന്ന് പെടുന്ന സാധനമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പോഴും ഓർമ്മയുണ്ട്. കുഞ്ഞു കുഞ്ഞ് പുസ്തകങ്ങൾ എപ്പോഴും ഞാൻ കയ്യിൽ വെച്ചിട്ട് പല സ്ഥലങ്ങളിലിരുന്ന് വായിക്കണത്. അത് എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു പരീക്ഷയ്ക്ക് വേണ്ട ഒരു സംഭവം ആയതുകൊണ്ടോ ഒന്നുമല്ല. എൻ്റെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളായിരുന്നു അങ്ങനെ വായിക്കുക എന്നുള്ളത്. അങ്ങനെ അത് വായിച്ച് 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 എനിക്കതിനോടുള്ള ഇഷ്ടം കൂടി. ഞാനത് കൂടുതൽ അതിൽ സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വളരുന്നതോടൊപ്പം തന്നെ ഞാനും ഒരു പരിധിയിലപ്പുറം എനിക്ക് പുസ്തകം വായിക്കാനുള്ളൊരു ഭ്രമവും അതിൽ നിന്ന് എൻ്റെ അറിവും കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ഒരു സമയത്തേക്ക് ആലോചിച്ചു എന്തുകൊണ്ട് ഇത് തന്നെ ഒരു പ്രൊഫഷനാക്കി മാറ്റിയെടുത്തുകൂടാന്ന്. അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ഒരു വായനയോടുള്ള ഒരു പാഷൻ കണ്ടുപിടിച്ചത്. നമ്മൾ ഗ്രിറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയണ പോലെ പല ആളുകളും ആ ഒരു പാഷൻ എന്ന് പറയുന്ന സംഭവം എന്താണെന്നറിയാണ്ട് അല്ലെങ്കിൽ നമുക്കുള്ള ആ ഒരു ഒരു വിളി അല്ലെങ്കിൽ ഒരു പാഷൻ ആ ഒരു കോളിംഗ് എന്താണെന്നറിയാണ്ട് കുറേ പേര് അതിൻ്റെ പുറകെ പോയി പല കാര്യങ്ങളിലും ട്രൈ ചെയ്ത് സമയം കളയണതായിട്ട് ഞങ്ങൾ സംസാരിക്കുന്ന കുറേ പേര് പറഞ്ഞു. യേശുദാസ് സാറോ അല്ലെങ്കിൽ എം ജി ശ്രീകുമാറൊന്നും ഒരു സുപ്രഭാതത്തിൽ പാട്ടുകാരനായി ആവാനുള്ള വിളി വന്ന് അവർ പാട്ട് പഠിച്ചായതല്ല. അവർക്ക് ചെറുപ്പം തൊട്ടേ ചില ചില താല്പര്യങ്ങളുണ്ടാവാം. അതിനെ അവർ എഫേർട്ട് എടുത്ത് വളർത്തി കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്തിട്ടാണ് അവരതിൽ എക്സ്പേർട്ട് ആവണത്. എന്നാൽ ഞാൻ ഒരു എക്സാമ്പിളും കൂടി പറയാം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാനുള്ള ഒരാഗ്രഹം ഒരു സമയത്ത് അദ്ദേഹത്തിന് തുടങ്ങി. പിന്നെ അദ്ദേഹം അതിൽ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തു. കൂടുതലും അതിൽ സമയം സ്പെൻഡ് ചെയ്യുന്നതോറും കൂടുതൽ പഠിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു ബോഡി ബിൽഡറായി. ഇപ്പോൾ അതിൻ്റെ ഒരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയാണ് പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവണ ഒരു 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 തോന്നലൊന്നുമല്ല. നമുക്ക് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കണ ചില ഇഷ്ടങ്ങളെ നമ്മൾ ആ ഒരു ക്യൂരിയോസിറ്റീനെ ഒന്നും കൂടി ഒന്ന് പാമ്പർ ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് പാഷൻ. ഇത് ഞാനിങ്ങനെ പറയാം. അതായത് ചിലപ്പോൾ ചില ചില നമ്മുടെ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കണ ചില ചില ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ. ചിലപ്പോൾ ഒരു പുസ്തകം എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളടുത്ത് സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ സം ആക്ടിവിറ്റീസ് നമ്മളാ ഒരു സമയം തന്നെ നഷ്ടപ്പെട്ടു പോണ അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം പോയല്ലോ, നമ്മൾ ഇന്ന കാര്യം ചെയ്തപ്പോൾ എന്ന് അറിയാതെ നഷ്ടപ്പെടുന്ന കുറേ അവസരങ്ങളുണ്ടാവുമല്ലോ. അതൊക്കെ ആയിരിക്കാം നമ്മുടെ ആ ഒരു പാഷൻ കണ്ടുപിടിക്കാനുള്ള വിത്തുകൾ. അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ നമ്മുടെ പാഷൻ കണ്ടുപിടിക്കാമെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളിതിന് താഴെ പാഷൻ എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനും കൂടിയും ആ ഒരു എങ്ങനെ നമുക്ക് ഒരു പാഷൻ അറിയില്ല, പ്രത്യേകിച്ചും ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ +2 എല്ലാം കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് കടന്ന് അല്ലെങ്കിൽ ജോലി തപ്പിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഏത് സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്, ഏത് വിഷയത്തോടാണ് ജോലിയിലേക്ക് കടക്കേണ്ടതെന്നും അറിയാത്ത ഒത്തിരി പേരുണ്ടെന്ന് തോന്നി. അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒന്ന് പാഷൻ എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്തരം ആ സബ്ജക്റ്റുകളിൽ ഇത്തിരി കൂടിയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാനായിട്ട് പറ്റും.